3 കാർഷിക നിയമങ്ങളും ഉപാധികളില്ലാതെ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. വിവാദമായ 3 നിയമങ്ങളും പിൻവലിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഗുരുനാനാക്ക് ജയന്തി ദിനത്തിൽ രാജ്യത്തെ അറിയിച്ചു. ഒരു കർഷകനും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് തീരുമാനം. രാജ്യത്തെ ജനതയോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം. देश में 3 कृषि कानून लाए गए थे। किसानों के प्रति पूर्ण समर्पण भाव से, नेक नियत से ये कानून लेकर आई थी। कुछ किसानों को समझा नहीं पाए। भले ही किसानों का एक वर्ग ही विरोध कर रहा था, लेकिन फिर भी ये हमारे लिए महत्वपूर्ण था। मैं आज देशवासियों से क्षमा मांगते हुए सच्चे मन से और पवित्र हृदय से कहना चाहता हूं, किसी को भी दोष देने का नहीं है। आज मैं आपको, पूरे देश को ये बताने आया हूं कि हमने 3 कृषि कानूनों को वापस लेने का, रिपील करने का निर्णय लिया है। इस महीने के अंत में शुरू होने जा रहे संसद सत्र में, इसी महीने में हम 3 कृषि कानूनों को रिपील करने की संवैधानिक प्रक्रिया को पूरा कर देंगे. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ആഘോഷമാക്കി കർഷകർ. ഗാസിപൂർ അതിർത്തിയിൽ മുദ്രാവാക്യം വിളിച്ച് കർഷകർ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് കർഷകർ ഇപ്പോഴുള്ളത്. മറ്റ് അവരുടെ വിശദമായിട്ട് പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിവരങ്ങളുമായി KP അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നു. അഭിലാഷ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്ര വലിയ ശക്തമായൊരു സമരവും അതുകൊണ്ട് തന്നെ ഇത്രക്ക് വലിയൊരു സമര വിജയവും വേറെ ഉണ്ടാകില്ല. ഏത് നിലക്കാണ് കർഷകർ ഈ വിജയം ആഘോഷിക്കുന്നത്? എന്താണ് അതിന്റെ തുടർ വിവരങ്ങൾ? സനീഷ്, 1 വർഷത്തോളം നീണ്ട കർഷക സമരത്തിന്റെ വലിയ വിജയം എന്ന നിലയിലാണ് കർഷകർ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. കാരണം ഗുരുനാനാക്ക് ജയന്തി ദിനത്തിലാണ് ഇപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായത്. വിശ്വാസികളായ ആളുകൾ ഉൾപ്പെടെ അവരുടെ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്ന ഇന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വന്നു എന്നുള്ളതിനെ പഞ്ചാബിലെ കർഷകർ ഇരട്ടി സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഒപ്പം ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവരുടെ പോരാട്ടത്തിന്റെ വിജയമായാണ് ഇപ്പോൾ കാണുന്നത്. 3 കാർഷിക നിയമങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്ന ആവശ്യം തന്നെയായിരുന്നു കർഷകർ തുടക്കം മുതൽ മുന്നോട്ട് വെച്ചത്. ആ നീക്കത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാൻ അവർ തയ്യാറായിരുന്നതുമില്ല. എന്നാൽ 11 തവണ നടന്ന മാരത്തൺ ചർച്ചകളും പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും സമരക്കാർ സിംഗുവിലും തിക്രുവിലും ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളെ തമ്പടിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോയി. ആ സമരത്തിന്റെ വിജയം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കർഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, വൈക്കോലടക്കം കത്തിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് പൂർണ്ണമായും കർഷകർ പിൻവാങ്ങുമോ എന്നുള്ളത് സംയുക്തമായി മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ലഭിക്കുന്ന പ്രാഥമികമായ വിവരമനുസരിച്ച് കർഷകർ സമരത്തിൽ നിന്ന് പിൻവലിയുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ സമര രീതിയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെ റോഡുകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുവാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. സനീഷ്, സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അഭിലാഷ്, മറ്റ് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്ത് നിന്ന് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ശക്തമായിട്ട് സമരത്തെ പിന്തുണച്ച ആളുകളാണ്, സമരത്തോടൊപ്പം നടന്ന ആളുകളാണ്. ആ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിന്റെ രാഷ്ട്രീയമായുള്ള ചലനങ്ങൾ എന്തായിരിക്കും? പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുകൾ 5 സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്നു, UPയും പഞ്ചാബും ഉൾപ്പെടെ. തീർച്ചയായും സനീഷ്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ വിളവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ BJPയും കേന്ദ്ര സർക്കാരും ലക്ഷ്യം വെക്കുന്നത് എന്ന് അസന്നിഗ്ധമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം
കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒക്ടോബർ അവസാനത്തോടെ നടന്ന 13 സംസ്ഥാനങ്ങളിലെ 29 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു BJPക്ക് ആ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ചില മേഖലകളിൽ മുന്നേറ്റം നടത്തിയെങ്കിലും കാർഷിക സ്വാധീന മേഖലകളിൽ എല്ലാം കനത്ത തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. അത് തന്നെയാണ് BJPയെ കണ്ണു തുറപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 മാസത്തിൽ താഴെ മാത്രമാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ അവശേഷിക്കുന്നത്. അതിനുശേഷം ഉത്തർപ്രദേശിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ഭരണം നഷ്ടപ്പെട്ടാൽ രാമക്ഷേത്ര നിർമ്മാണം അടക്കം ഉയർത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് പ്രയാസകരമാകും. ഒരു നിമിഷം അഭിലാഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി കൃഷ്ണപ്രസാദ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കൃഷ്ണപ്രസാദ്, എത്രക്ക് ചരിത്രപരമായ ഐതിഹാസികമായിട്ടുള്ള വിജയമാണിത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെയാകുന്നത്? സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നതാണെന്ന് തോന്നുന്നു പ്രാഥമികമായിട്ട് വന്നിരിക്കുന്ന പ്രതികരണം. എന്തുകൊണ്ടാണത്? ഒന്ന്, ഇതില് ഈ 3 കർഷക നിയമങ്ങൾ പിൻവലിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് വലിയൊരു വിജയമാണ്, കർഷകരുടെ വിജയമാണ്. അതോടൊപ്പം കർഷകർക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തത് തൊഴിലാളി സംഘടനകളാണ്, തൊഴിലാളി വർഗമാണ്. അവരുടെ വിജയമാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 2 ദിവസത്തെ അഖിലേന്ത്യാ പണിമുടക്ക് സമരം തൊഴിലാളികൾ പ്രഖ്യാപിച്ചപ്പോൾ കർഷക സംഘടനകളുടെ നേതൃത്വവും ആ കൺവെൻഷനിൽ പങ്കെടുത്തു. 75 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ കർഷക സംഘടനകളുടെയും എല്ലാ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് വരികയും അഖിലേന്ത്യാ തലത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇപ്പൊ കർഷകരുടെ സമരം എന്ന രൂപത്തിൽ നിന്ന് മാറി അത് തൊഴിലാളി കർഷക ഐക്യമായിട്ട് വികസിക്കുകയാണ്. ഇത് വെറും നരേന്ദ്രമോദിയുടെ ഒരു പരാജയം അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ പരാജയം എന്നല്ല നമ്മൾ കാണേണ്ടത്, അതിനേക്കാൾ വലുതാണ്. ഇത് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് ശക്തികൾക്കേറ്റ പരാജയമാണ്. ആ കോർപ്പറേറ്റ് കമ്പനികൾ നവോദാരവൽക്കരണ നയങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും അംബാനിയും അദനിയും എല്ലാം ഉൾപ്പെടെയുള്ള കുത്തക കമ്പനികൾ അവരുടെ സമ്പത്ത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് കർഷകർ പാത്രീകരിക്കപ്പെട്ട് കൃഷി നഷ്ടപ്പെട്ട് അവർക്ക് യഥാർത്ഥ വില ലഭിക്കാതെ അവർ ഈ പ്രവാസി തൊഴിലാളികളായി, കുടിയേറ്റ തൊഴിലാളികളായി മാറുകയാണ്. 23 കോടിയാണ് പ്രവാസി തൊഴിലാളികളുടെ എണ്ണം. ഇതൊരു വർഗ സമരമാണ്. ഈ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ തൊഴിലാളികളും കർഷകരും തമ്മിലുള്ള ഐക്യം ഉണ്ടായി വന്നിരിക്കുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നു. തെരഞ്ഞെടുപ്പുകളിൽ BJP രാജസ്ഥാനിൽ 3ാമത്തെയും 4ാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. അപ്പൊ ഉത്തരേന്ത്യയിൽ പോലും തൊഴിലാളി വർഗത്തിന്റെയും കർഷക വർഗത്തിന്റെയും സമരങ്ങളിലൂടെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ ദേശീയ അടിസ്ഥാനത്തിൽ ബദൽ ഉണ്ടായി വരുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയല്ല, സമരങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള വലിയൊരു മുന്നണിയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ആ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായി സമരം ചെയ്താൽ നമുക്ക് ഈ നയങ്ങളെ തിരുത്തിക്കാൻ വേണ്ടി കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ തൊഴിലാളികൾക്കും കർഷകർക്കും ലഭിക്കും. പക്ഷേ ശ്രീ കൃഷ്ണപ്രസാദ്, താങ്കൾ ഈ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെയും ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു പിൻവാങ്ങലാണ് സർക്കാരിൻ്റേത് എന്ന് ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതിലേക്ക്. किसानों की जो समस्या है, जिसके लिए किसान आंदोलन कर रहे हैं, उसको ठीक तरह से समझना, उनकी समस्याओं को ठीक तरह से सुलझाने का कर्तव्य हम सबका है। मैं ये भी कहना चाहती हूँ कि मुझे खुशी है कि जितने भी विपक्ष के दल हैं सब ने पूरी तरह से समर्थन किया इस आंदोलन का और किसान डटे रहे। हमारे भाई बहन जो दिल्ली के बॉर्डर पे भी थे और तमाम प्रदेशों में सब डटे रहे और आज हम उन सबको धन्यवाद देना चाहते हैं। जैसे मैंने कहा, जो शहीद हुए हैं उनको श्रद्धांजलि एक मिनट में एक करके पूछूं। प्रियंका जी, क्या चुनाव में मिली जो हार है उसको देखते हुए ये फैसला लिया गया है कि आने वाले भविष्य में ऐसी हार? ये तो स्पष्ट है, ये बहुत स्पष्ट है। देखिए, जनता में बहुत विवेक है, जनता सब कुछ समझ रही है। प्रियंका जी, several farmers have lost their lives. और इतना समय क्यों इंतजार किया? इतना समय क्यों इंतजार किया? आप आज तक तो आप कुछ नहीं बोले, एक बार आप बॉर्डर पे नहीं गए, एक बार किसानों से मिलने नहीं गए, एक बार बातचीत नहीं की। जहां हत्याएं हो रही हैं वहां भी नहीं गए आप, इतना पास आकर नहीं गए। तो आज अचानक क्या हो गया है? स्पष्ट है, चुनाव आ रहा है।
प्रधानमंत्री जी ने माफी तो मांगा, लेकिन एक बार में जो लोग 500-600-700 किसान शहीद हुए हैं 1.5 साल के पूरे आंदोलन में, उनके लिए वो श्रद्धांजलि नहीं दी, उनकी बात नहीं आई, उनके फैमिली की बात नहीं आई। वही मैं कह रही हूँ कि सबसे पहले तो उन्हें श्रद्धांजलि दीजिए ना, जो शहीद हुए हैं उनके परिवारों पर आज भी क्या बीत रही है। उन्होंने अपने पूरे भाषण में एक बात कही कि कृषि कानून किसानों की बेहतरी के लिए थे, लेकिन कुछ किसान ऐसे थे जो उससे नाराज थे। तो फिर भी अभी भी जब वो अपने एक तरह से जो उन्होंने गलत किया है उसको पहचान रहे हैं, इसीलिए वो आज भाषण दिया उन्होंने, लेकिन अभी भी ये एक फर्क बनाना चाहते हैं कि ये किसान जो आंदोलन कर रहे हैं ये अलग हैं और बाकी देश के किसान अलग हैं। ये बात बिल्कुल गलत है। पूरा देश का किसान एक है। आज देश में एक भी किसान नहीं है जो प्रताड़ित नहीं है, एक भी किसान नहीं है जिसकी बड़ी बड़ी समस्याएं नहीं हैं, जो कर्ज में नहीं डूब रहा है हो या किसी और वजह से दिक्कत उसको नहीं आ रही हो। आपने देखा है पेट्रोल और डीजल के दाम क्या हैं। डीजल के दाम से सबसे बड़ा प्रभाव किस पर होता है? खाद मिल नहीं रही है, खाद की लाइन में लोग गुजर रहे हैं। आपने पूछ लिया। जब तक संसद में बिल वापस नहीं हो रहा तब तक उसको अभी मानेंगे नहीं, खाली बिजलीबाजी का सोचा जा रहा है। जी, उसका भी समर्थन करते हैं कि आप वेट करेंगे कि जब वो वापसी होगी संसद में तब इसको पूर्ण से माना जाएगा। देखिए, तमाम छोटी छोटी चीज़ों के लिए अध्यादेश लाते हैं, तो इसके लिए क्यों नहीं? क्या इसके लिए भी कोई योजना है कि जब चुनाव पास आएगा तब हम धूमधाम से इसको करेंगे? अभी क्यों नहीं करते? आंदोलन जारी रखेंगे और वो वापस नहीं जाएंगे, तो इसमें क्या कांग्रेस उसका समर्थन करती है? आपको लगता है कि आप किस स्टैंड, आपका स्टैंड क्या है? उनका स्टैंड बिल्कुल सही है, क्योंकि जब इस सरकार की नीयत पर भरोसा नहीं किया जा सकता। इनका रुख रोज बदलता है, तो ये बिल्कुल सही है कि पहले कानून रिपील करें ठीक ढंग से, फिर देखा जाए। Priyanka ji, one question, given that the farm laws have been repealed at the end of the day, they have not been repealed yet. They have not been repealed yet. Yes. Yes. Would the opposition in UP have to recalibrate their strategy in any way for the western part of the state? Do you feel that that is something that you as a political entity? I feel that the people of India are extremely wise, and I feel that the people of India are extremely wise. Frankly, there is no one wiser than the farmer. He knows what is good for him, he knows who stands up for him, and he has seen what this government has done, not just with the farm laws, but progressively over the last 7 years to weaken him and to ensure that agriculture is handed over to certain large industrialists, which will not ensure the safety and security of the farmer. Farmer understands this absolutely well. राकेश टिकैत को या विपक्ष को सपा कह रही है कि अखिलेश यादव की वजह से वापस तो राकेश टिकैत या विपक्ष? देखिए, ये आंदोलन किसानों का था, किसानों का है। अपने हक की लड़ाई किसान लड़े हैं, शहीद किसान हुए हैं। तो मुझे नहीं लगता कि किसी भी राजनीतिक पार्टी को इसका श्रेय लेने की कोशिश भी करनी चाहिए, वो उचित नहीं है। किसानों का ये आंदोलन है, हम सब किसानों का समर्थन हम सब ने किया, हम सब उनके साथ डटे रहे, हम सब उनके साथ खड़े रहे, लेकिन जिसका आंदोलन है, जिसने किया है, उसी का श्रेय। പ്രിയങ്ക ഗാന്ധിയാണ് സംസാരിക്കുന്നത്. അവർ ഈ കർഷക സമരത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ സമരത്തിന് ലഭിച്ച ഏറ്റവും ഗംഭീരമായുള്ള നീതിയാണിതെന്നാണ് അവർ പറയുന്നത്. കർഷകർക്കറിയാം എന്താണ് അവർക്ക് അനുകൂലമായത്, രാജ്യത്തിന് അനുകൂലമായ കാര്യമെന്ന്. നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടെ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കർഷകരുടെ സമരത്തിന് ഐതിഹാസികമായുള്ള വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. അനീതിക്കെതിരായ വിജയത്തിന് അഭിനന്ദനങ്ങളെന്ന് നേരത്തെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അന്നദാതാക്കളുടെ സത്യാഗ്രഹത്തിന് മുന്നിൽ അഹങ്കാരത്തിന് തലകുനിക്കേണ്ടി വന്നുവെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ എഴുതി. നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനം ഐതിഹാസിക വിജയമാണെന്ന് സമര നേതാവ് വിജു കൃഷ്ണൻ പറഞ്ഞു. കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈദ്യുതി ആക്ടിലെ മാറ്റങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയും വ്യക്തമാക്കി. 700-ലധികം കർഷകരാണ് ഈ ഒരു വർഷത്തിനിടയിൽ, ഈ സമരത്തിനിടയിൽ രക്തസാക്ഷിത്വം വരിച്ചത്. അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയും BJP സർക്കാരുമാണ്. അവര് മാപ്പ് പറയേണ്ടതുണ്ട്. ഈ നിയമങ്ങൾ പിൻവലിച്ചു എന്ന് മാത്രമല്ല, ഇനി താങ്ങുവില, കർഷകർക്ക്
സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തുന്ന ഒരു നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. ഇലക്ട്രിസിറ്റി ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് പിൻവലിക്കേണ്ടതുണ്ട്. അതുവരെ ഈ സമരം തുടരും എന്നാണ് എനിക്ക് പറയാൻ. ജനശക്തിക്ക് മുന്നിൽ പ്രധാനമന്ത്രി മുട്ടുമടക്കിയെന്ന് AK ആന്റണി പറഞ്ഞു. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വളരെ വൈകി വന്ന വിവേകമാണ്. നേരത്തെ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കൃഷിക്കാരും കോടാനുകോടി സാധാരണക്കാരും ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പക്ഷെ വൈകിയാണെങ്കിലും ജനശക്തിയുടെ മുമ്പിൽ മുട്ടുമടങ്ങിയ പ്രധാനമന്ത്രി തീരുമാനം തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ്. എനിക്ക് സന്തോഷം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്കുണ്ടായ തിരിച്ചടിയാണ് നിയമങ്ങൾ പിൻവലിക്കാൻ കാരണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കർഷക ശക്തിയുടെ വിജയമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സമൂഹത്തിന്റെ സമരശക്തിയുടെ വിജയമാണിത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉത്തരേന്ത്യയിലെ കൃഷിക്കാരുടെ ഈ സമരവിജയത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. നരേന്ദ്രമോദി എന്തെല്ലാം കുരുട്ടുബുദ്ധികൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പം ഒരു വർഷം ഈ സമരത്തിന് പൂർത്തിയാകുമ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമല്ല. എന്തായാലും നരേന്ദ്രമോദിയുടെയും BJPയുടെയും RSSന്റെയും പതനത്തിന്റെ തുടക്കമായി ഈ കർഷക സമര വിജയത്തെ കാണാവുന്നതാണ്. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിയുള്ള തീരുമാനമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഗത്യന്തരമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത്. ഇത് ജനങ്ങളുടെയും കർഷകരുടെയും വിജയമാണെന്നും KC പറഞ്ഞു. വൈകിയെങ്കിലും ഈ ജനകീയ സമരത്തിന് മുന്നിൽ, കർഷക പ്രക്ഷോഭത്തിന് മുന്നിൽ, ജനാധിപത്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇനിയും ക്ലാരിറ്റി ഉണ്ടാകേണ്ടതല്ല. ചില ചോദ്യങ്ങൾ കൊണ്ട് ഇപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ, MSPയുടെ കാര്യത്തിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. കർഷക താൽപര്യം കൊണ്ടല്ല പിന്മാറ്റമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞു. കൂടുതൽ കരുതലോടെ ഇരിക്കണമെന്നും സുധാകരൻ പ്രതികരിച്ചു. പ്രധാനമന്ത്രി ആ കർഷകരെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സാരമായ എന്തോ അപകടമുണ്ട്. ഒന്നുകിൽ നല്ല ബുദ്ധി തോന്നിയതുകൊണ്ടാവാം ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, അതിന്റെ റിസൾട്ടൊക്കെ BJP ഗവൺമെന്റിനെ വളരെയേറെ ആശങ്കാപരിതമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പൊരുതുന്ന ജനത നേടിയ വിജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ പറഞ്ഞു. പാർലമെന്റിലെ അംഗബലം കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താനാകില്ല എന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ധനമുതലാളിത്തത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തുകയും സാധാരണ ജനങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരായി ഇന്ത്യയിലെ പൊരുതുന്ന ജനത നേടിയ വിജയം കൂടിയാണിത്. രാജ്യത്തിന്റെ സമരപോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ആവേശകരമായ മുന്നേറ്റത്തിന്റെ വഴി തുറക്കുന്ന ഒന്നും കൂടിയാണ് ഈ സമരവിജയം. പാർലമെന്റിലെ അംഗബലം കൊണ്ട് ജനങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്താനാവില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. CPI നേതാവ് ബിനോയ് വിശ്വം MPയുടെ പ്രതികരണത്തിലേക്ക്. സമരം വിജയിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് മാപ്പിരക്കേണ്ടി വന്നിരിക്കുന്നു. അവരെ കൊണ്ട് മുട്ടുകുത്തിച്ചിരിക്കുന്നു. എല്ലാ നടപടികളും കയറ്റിയിട്ട് അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ, കൃഷിക്കാർക്ക് മുമ്പിൽ പരാജയം സംബന്ധിച്ചുകൊണ്ട് പിൻവാങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നു. രാഷ്ട്രീയം പഞ്ചാബിലെ വോട്ടാണ്, UP വോട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ, മോഡി സർക്കാരിന്റെ നയത്തിനേറ്റ തിരിച്ചടിയാണ് ഇത്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരായി ദേശീയ സമ്പത്ത് കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന കൊള്ളയ്ക്കെതിരായി അതിശക്തമായ പ്രക്ഷോഭം തൊഴിലാളി, കർഷക, ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഉയർന്നു വരാൻ ശക്തി പകരുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ പിൻവാങ്ങൽ, ലജ്ജാകരമായ പിൻവാങ്ങൽ. നേരത്തെ തന്നെ ഈ വിവേകം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ കർഷകരെ ഇത്രയും വലിയ യാതനയിലേക്ക് തള്ളിവിടേണ്ടിയിരുന്നില്ല. നിയമങ്ങൾ പാസാക്കുമ്പോൾ പാലിക്കേണ്ടിയിരിക്കുന്ന നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകരെ ഒറ്റുകൊടുക്കുന്ന 3 നിയമങ്ങൾ പാസാക്കിയിട്ട് അതിനെതിരെ നിലകൊള്ളുന്ന എല്ലാ ആൾക്കാരെയും ദേശവിരുദ്ധരായി ചിത്രീകരിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണിന്ന്.
CPM जनरल सेक्रेटरी सीताराम येचूरी माध्यमाला കാണുന്നു जिस അതിലേക്ക്. तरीके से उनके ऊपर ये जुल्म जो हुए हैं कई सारे, उनके बारे में कोई दुख या शोक प्रस्ताव नहीं, यानी उनके ऊपर कड़ी सजा भी लेंगे उस तरीके की आश्वासन भी नहीं। ये तीनों कानून वापस ले रहे हैं, उनको उतरना पड़ा उनकी घमंड से कि 1 साल तक यही बोलते रहे कि नहीं वापस नहीं होंगे। अब उनको करना पड़ा शायद चुनावों को ध्यान में रखते हुए, लेकिन ये बात पूरी नहीं है। 3 कानूनों के साथ साथ हमारे अन्नदाता की मांग है और जायज़ मांग है कि कानूनी अधिकार मिले उनको, हर हमारे प्रोडक्ट एग्रीकल्चरल प्रोडक्ट को MSP पे बेच सके। वो अधिकार को कानूनी तौर पर जैसे ही ये लॉस को विड्रॉ करने की बात आएगी, उसी के साथ साथ ये कानून को भी लागू करना होगा पार्लियामेंट के अंदर। ന്യൂസ് 18 മിഷൻ പാനി വേൾഡ് ടോയ്ലറ്റ് ഡേ ഇവന്റിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. So, I mean, this goes without saying how important water supply and water sanitization is for our country. Very rightly said, Payalji, and on that note, I'm going to go quickly to somebody I'm a huge fan of, celebrated dancer par excellence, Shobna Narayanji is also joining us. Shobna ji, namaste. And first up, let me straight up ask you this question. This sanitation crisis is really acute. You're somebody who speaks about these issues and very, very vocal, very active. Not just lack of toilets, but, this entire issue of dignity. There is a lack of safety also, lack of cohesive sanitation cycles, which are a massive stress on environment. How do you see this concern, and how can this be addressed in civil society? I cannot disagree at all. I agree with you totally that the sanitation crisis is very, very acute. Because the sanitation crisis is not only endangering personal lives through the diseases that we are spreading around, but also it is endangering life because we are even polluting the waters and the unhealthy surroundings that we are creating. So anyway, it is having an adverse impact. And today, I'm happy to say that civil society is waking up to it. Albeit slowly, but yes, we are waking up to it, but we need to do more. We need to actually express this concern more and take remedial steps more. We as artists, we have been talking about it. We have been through our dance performances, the poets through their poetry, and even our legends. Let us draw attention to our mythological legends. Each one of them, some way or the other, is talking about. Yes. And secondly, let us also not forget that even in those days, when there was no stress of population, and look at today's world, when there's stress of population, yet even in those times, this awareness and this cautionary note was being sounded. Yeah. Absolutely, absolutely. Shobna ji, Payal ji, thank you so much for joining us here on this cause. Harpic News 18 Mission Pani, Swachhata aur Pani Aakhir Bachani hai Zindagani. Ladies and gentlemen, before we wind up proceedings here at the Rashtriya Swachhata Kendra, I would request our team to just help us with 2 sets of the preamble which we'd like to present to Kausar Munir and Usha Chomar. Thank you. Please hold it. Thank you. Thank you very much, Usha ji and Kausar ji. Thank you very much.
As these warriors, these champions step down, here's our request to you. You can also become a warrior for Swachhata, a warrior for Pani. Join the Mission Pani campaign. Harpik News 18 Mission Pani, Swachhata aur Pani aakhir bachani hai zindagani. Take the sanitation pledge. Log on to news18.com/Mission Pani. Take the pledge. The Swachhata preamble is also there. You can read out the pledge. Send in your videos on Facebook, Instagram. Use the hashtag Mission Pani Preamble. To everyone, thank you very, very much for joining us in this very, very small but important endeavor. That commitment towards water, sanitation and hygiene, and to ensure no one is left behind. Sustainability Development Goal number 6, water and sanitation for everyone by 2030. That's the cause we are championing here on Harpik News 18 Mission Pani. Thank you for watching. Namaste. മാറാട് കലാപ കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കും. വിചാരണാ സമയത്ത് ഒളിവിലായിരുന്ന കടലുണ്ടി സ്വദേശി കോയ മോൻ, മാറാട് സ്വദേശി നിസാമുദ്ദീൻ എന്നിവരാണ് കുറ്റക്കാരെന്ന് മാറാട് സ്പെഷ്യൽ ജില്ലാ അഡീഷണൽ കോടതി വിധിച്ചത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഇത് വളരെ വൈകിയെത്തിയൊരു വിധിയാകുന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് ഇവർ? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പരീക്ഷ 2013 മാറാട് കലാപ കേസിലാണ് ഒളിവിലായിരുന്ന 2 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ശിക്ഷാവിധിയാണ് നാളെ പ്രസ്താവിക്കുന്നത്. വിചാരണ സമയത്ത് ഒളിവിലായിരുന്ന കടലുണ്ടി കുട്ടിച്ചന്റെ പുരയ്ക്കൽ കോയമോൻ എന്ന മുഹമ്മദ് കോയ, മാറാട് കല്ലുവച്ച വീട്ടിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് ഇപ്പോൾ മാറാട് സ്പെഷ്യൽ ജില്ലാ അഡീഷണൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2011 ജനുവരിയിൽ സൗത്ത് ബീച്ചിൽ വെച്ചാണ് കോയമോൻ പിടിയിലാകുന്നത്. വിചാരണ സമയത്ത് ഇദ്ദേഹം ഈ കോയമോൻ ഒളിവിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ജാമ്യം നേടുകയും ചെയ്തു. ഒപ്പം തന്നെ 2010 നിസാമുദ്ദീനെ പിടിയിലായത്. പക്ഷെ ഇരുവരും ഹൈക്കോടതിയിൽ പോയി ജാമ്യം നേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇവരുടെ വിചാരണ വൈകിയത്. നാടൻ ബോംബ് ഉണ്ടാക്കി എന്നതാണ് കോയമോനെതിരായ കുറ്റം. ഒപ്പം ഗൂഢാലോചനയിൽ പങ്കാളി എന്നാണ് നിസാമുദ്ദീനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ തെളിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതേ തുടർന്നാണ് ഇവർ ഈ ജാമ്യം നേടിയതിനെ തുടർന്നാണ്, ഒളിവിൽ പോയതിനെ തുടർന്നുമാണ് വിചാരണ വൈകുന്ന ഘട്ടമുണ്ടായത്. ഇരുവരുടെയും വിചാരണ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിച്ചു. ശരി, നന്ദി ഷഹീദ്. ആന്ധ്രയും തമിഴ്നാടും അടക്കം തെക്കൻ സംസ്ഥാനങ്ങളിൽ വൻ നാശം വിതച്ച് കനത്ത മഴയും കാറ്റും. ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി ക്ഷേത്രത്തിലടക്കം വെള്ളം കയറി. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത തുടരുകയാണ്. നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി സുരേഷ് വെല്ലുമുറ്റം ചേരുന്നു. സുരേഷ്, ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? വലിയ നാശനഷ്ടമായിരിക്കുമല്ലോ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ റാസൽ സീമ മേഖലയിൽ കടപ്പ, ചിറ്റൂർ ജില്ലകൾ, അതോടൊപ്പം തന്നെ തീര ജില്ലകളായിട്ടുള്ള നെല്ലൂർ, പ്രകാശം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇവിടെയാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പാലങ്ങൾ ഒലിച്ചു പോകുക, കെട്ടിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വീടുകളും അടക്കമുള്ള കെട്ടിടങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുക. കല്യാണി ഡാം തുറന്നുവിട്ടതോടുകൂടി തിരുപ്പതി മേഖല തന്നെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ സ്വർണ്ണമുക്തി നദി കര കവിഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ വെള്ളം കയറി അവിടത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതോടുകൂടി അവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകരിൽ പലരും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ അവസ്ഥ. ശക്തമായിട്ടുള്ള മഴ ആന്ധ്രാപ്രദേശിനൊപ്പം തന്നെ മറ്റ് സമീപ സംസ്ഥാനങ്ങളിൽ കൂടി തമിഴ്നാട്, അതോടൊപ്പം തന്നെ കർണാടക, പുതുച്ചേരി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കൂടി നാശം വിതച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരം, വില്ലുപുരം, അരിയല്ലൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് കൂടുതൽ നാശം. അതോടൊപ്പം തന്നെ സേലം, കൂടല്ലൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളിലും നാശനഷ്ടമുണ്ട്. 16 ജില്ലകളിലാണ് തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയിട്ടാണ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീരം തൊട്ടത്. അത് വടക്കൻ തമിഴ്നാടിന്റെയും തെക്കൻ ആന്ധ്രയുടെയും ഇടയ്ക്ക് വെച്ചാണ് തീരം തൊട്ടത്. ഏതായാലും ഈ മഴയുടെ ശക്തി ഇപ്പോൾ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഴ അടുത്ത 12 മണിക്കൂർ കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ശരി, നന്ദി സുരേഷ് വിവരങ്ങൾക്ക്. സംസ്ഥാനത്ത്
സംസ്ഥാനത്ത് ഇന്ന് പലയിടത്തും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കും. പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിനാൽ സാമാന്യം വ്യാപകമായി മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ നേരിയ വർധന. 2399.50 ഇടുക്കിയിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ് വന്നു. ഇതേ തുടർന്ന് ഒരു ഷട്ടർ കൂടി അടച്ചു. തുറന്നിരിക്കുന്ന ഒരു ഷട്ടർ 10 സെന്റിമീറ്ററാക്കി കുറച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇപ്പോൾ 140.80 അടിയാണ്. വിവരങ്ങളുമായി സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നില? ഇപ്പോഴും ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുണ്ടോ? സനീഷ്, പുലർച്ചെ ജില്ലയിലെ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ വർദ്ധിച്ചിരിക്കുന്ന എല്ലാ മേഖലയിലും മഴ ശക്തമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ പദ്ധതി പ്രദേശങ്ങളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഡാമിന്റെ പദ്ധതി പ്രദേശങ്ങളിലെല്ലാം ഇന്നലെ രാത്രിയും മഴ വളരെ ശക്തമായിരുന്നു. ആ പ്രദേശങ്ങളിലെ മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 2399.52 അടിയാണ് ഇപ്പോഴത്തെ ഡാമിലെ ജലനിരപ്പ്. എന്നാൽ ഇന്നലെ രാവിലെ 10 മണി മുതൽ ഒരു ഷട്ടർ തുറന്ന്, ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് 40 ക്യൂബിക് ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും 24 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ആ ജലനിരപ്പിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടില്ല. മറിച്ച് ജലനിരപ്പ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പദ്ധതി പ്രദേശങ്ങളിലെ മഴയുടെ ശക്തി മൂലം നീരൊഴുക്ക് ഡാമിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നീരൊഴുക്ക് ശക്തമാകുകയും അതോടൊപ്പം തന്നെ ഡാമിലേക്കുള്ള ജലനിരപ്പ് ഉയരാനുമാണ് സാധ്യത കാണുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ മേഖലയിലെ മഴ കുറഞ്ഞതോടെ അവിടുത്തെ ഷട്ടറുകൾ പലതും അടച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മഴ ശക്തമായതുകൊണ്ടാണ് ഇപ്പോഴും ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകുന്നതും ജലനിരപ്പ് ഏറി വരുന്നതും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി സ്റ്റാലിൻ. മോഡലുകൾ കൊല്ലപ്പെട്ട വാഹനാപകട കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളുമായി പോലീസ്. പാർട്ടിയിൽ റോയി വയലാട്ട് മദ്യവും മയക്കുമരുന്നും നൽകി എന്ന് പോലീസ് പറയുന്നു. ഇക്കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇത് പുറത്തുവരാതിരിക്കാനാണ് ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത്. പാർട്ടിക്കിടെ റോയിയും സൈജുവും ദുരുദ്ദേശത്തോടെ യുവതികളെ ഹോട്ടലുകളിൽ തങ്ങാൻ നിർബന്ധിച്ചു. മോഡലുകളും സുഹൃത്തുക്കളും ഇതിന് വഴങ്ങിയില്ല. ആരുടെയെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന് അന്വേഷിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രാത്രി യുവാക്കളുടെ ആക്രമണം. ഡോക്ടറെയും ജീവനക്കാരെയും പോലീസുകാരെയും ഇവർ ആക്രമിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമികളെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? ഇവരുടെ പ്രകോപന കാരണമായത് എന്ത്? സനീഷ്, പന്മന സ്വദേശി അബു സുഫിയാൻ, രാമൻകുളങ്ങര സ്വദേശി സുജിദത്ത് എന്നിവരാണ് ആശുപത്രിയിൽ അക്രമം ഉണ്ടാക്കിയത്. ഇവർ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടി ആശുപത്രിയിൽ രാത്രി 11 മണിയോടുകൂടി എത്തുകയായിരുന്നു. ഈ സമയത്ത് ഒരു ഡോക്ടറും 2 അറ്റൻഡർമാരുമാണ് ഉണ്ടായിരുന്നത്. മരുന്ന് പുരട്ടുന്ന സമയത്ത് നീറ്റൽ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇവർ പ്രകോപിതരായത്. തുടർന്ന് അറ്റൻഡർമാരെയും ഡോക്ടർമാരെയും മർദ്ദിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ബഹളം കേട്ട് അവിടേക്ക് എത്തി. പോലീസ് ഉദ്യോഗസ്ഥനെയും അക്രമികൾ ഉപദ്രവിച്ചു. ഇതിനുശേഷമാണ് കൂടുതൽ പോലീസ് അവിടെ എത്തിയതും 2 പേരെയും അറസ്റ്റ് ചെയ്തതും. ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയമുണ്ട്. രക്തസാമ്പിൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചു. ഇതിന്റെ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ച എടുക്കും. ഏതായിരുന്നാലും ഇപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ആശുപത്രി ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സനീഷ്, ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്. വയനാട് പനമരം താഴെ നെല്ലിയമ്പത്ത് ബൈക്ക് യാത്രികരെ കാട്ടാന ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് ഇപ്പോഴിവിടെ. ദത്ത് വിവാദത്തിൽ കുഞ്ഞിനെ ഉടൻ കേരളത്തിലെത്തിക്കും. 5 ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് എത്തിക്കണം എന്ന നിർദ്ദേശമാണ് CWC നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ CWCക്കും ശിശുക്ഷേമ സമിതിക്കും വീഴ്ചയുണ്ടായി എന്ന പരാതിയിൽ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. മന്ത്രി GR അനിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്നത് എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് തരുന്ന ആളല്ല ഞാൻ. അത്തരം ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ജനങ്ങളോടൊപ്പമായിരുന്നു. ഇനിയൊരു സാഹചര്യം വന്നാലും ജനങ്ങളോടൊപ്പമായിരിക്കും.
ഏത് സമയത്തും ഒരു പ്രളയം ഉണ്ടായാൽ ആ സ്ഥലത്ത് ആളുകൾക്ക് അതിജീവന കിറ്റാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാ സൗകര്യവും ഒരുക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. ഈ സമയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയം ഭാഗത്തും ഉണ്ടായ പ്രളയത്തിൽ ഉരുൾപൊട്ടൽ അതേ നിലപാട് സ്വീകരിച്ചു. കുട്ടനാടും അതേ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ ഗവൺമെന്റും വകുപ്പും മന്ത്രിമാരും അതിനോടൊപ്പമുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ പറയാം. സർക്കാർ ഒന്നുമില്ല, സർക്കാർ അങ്ങനെ ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ലല്ലോ. സർക്കാർ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രയാസം അകറ്റാൻ നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. വിലക്കയറ്റത്തിൻ്റെ സമയം വന്നപ്പോൾ ഇന്ന് കണ്ടില്ലേ, കുറച്ചെങ്കിലും വില കുറച്ച് കൊടുക്കാൻ വിവിധ ഉൽപ്പന്നങ്ങൾക്ക്, ഇൻസുലിൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ ലാഭത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെലവിൽ നിന്നോ കുറച്ച് കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അതാണ് ഗവൺമെൻറ്. ഏത് അങ്ങനെ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞൊന്നും മുമ്പ് കൊടുത്തിട്ടുണ്ടോ? അല്ലേ, ഉണ്ടോ? അല്ല, അങ്ങനെ നിങ്ങൾ ക്രിസ്മസ് എന്നും റംസാൻ എന്നും ഓരോ രൂപത്തിലേക്ക് പറയണ്ട. ഗവൺമെൻറ് ഏതെല്ലാം സമയത്താണോ ജനങ്ങൾക്ക് നൽകേണ്ടത് ആ സമയത്ത് ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. അനുപമയുടെ പരാതിയിൽ സർക്കാർ സമയോചിതമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിയമപരമായാണ് ദത്ത് നടപടികൾ പൂർത്തിയാക്കിയത് എന്നും മന്ത്രി ആവർത്തിച്ചു. സർക്കാർ ഇടപെട്ടു കൊണ്ടാണ് ഇതിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഓർഡർ നൽകുന്നത് ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞത് സർക്കാരിൻ്റെ ആ നടപടി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സമയോചിതം, അത് കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സമയോചിതമായിട്ടുള്ള ആ ഇടപെടലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുവെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ദത്ത് സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയറൊക്കെ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ ദത്തിൻ്റെ നടപടികളെല്ലാം നിയമപരമായി തന്നെയാണ് നടന്നിട്ടുള്ളത്. പാർട്ടി പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചില പ്രശ്നങ്ങളുണ്ട്, അത് KPCC അധ്യക്ഷന് മുന്നിലാണ്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഹൈക്കമാൻഡ് മുമ്പിലാണ് പ്രശ്നങ്ങൾ, അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പ്രസിഡന്റ് മുമ്പിലാണ് ഈ പ്രശ്നം. കോൺഗ്രസ് പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചാലും നമ്മളെല്ലാവരും അംഗീകരിക്കും. ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തരെ പമ്പയിൽ തടയാനുള്ള നീക്കം പോലീസ് ഉപേക്ഷിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെയാണ് അനാവശ്യമായി തീർത്ഥാടകരെ പമ്പയിൽ തടഞ്ഞു വെച്ചിരുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ജില്ലാ കലക്ടർ ഇടപെട്ടാണ് എല്ലാ ദിവസവും നടപ്പാക്കാൻ പോലീസ് നിശ്ചയിച്ചിരുന്ന തീരുമാനം റദ്ദാക്കിയത്. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവേശനത്തിനാണ് ഇന്നലെ മുതൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങിയത്. ആദ്യ ദിനം തന്നെ ഈ നിയന്ത്രണം തീർത്ഥാടകർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിച്ചത്. ഞങ്ങൾ പാലയിൽ നിന്ന് വന്നതാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴറിഞ്ഞാൽ ഇതിപ്പോൾ 2 മണി കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞത്. ഞങ്ങൾ കൊച്ചുകൾ പിള്ളേർ ഞങ്ങളെ ഉണ്ട്. ഇനിയിപ്പോൾ 2 മണിക്കൂർ വരെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ നിന്ന് നല്ല ക്യൂ ആയിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് പിള്ളേരോട് കയറി പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ 2 മണിക്കൂർ വരെ ഇങ്ങനെ ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വയസ്സായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പതിയെ കയറ്റി വിടുവാണെങ്കിൽ അത്രയും കൂടെ ഈ വയസ്സായ ആൾക്കാർക്കും പതിയെ മല കയറി ചെല്ലാൻ പറ്റും. ഒരു ഹോട്ടൽ പോലുമില്ലാത്ത പമ്പയിൽ ഉച്ചഭക്ഷണം പോലും കിട്ടാൻ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇവിടെ അരമണിക്കൂറായി. ഇല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണ്. കേട്ടോ, വളരെ ബുദ്ധിമുട്ടിക്കുന്ന അയ്യപ്പന്മാർ നിലക്കല പോയിട്ട് ഇത് അടിച്ചു കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനത്തെ വല്ലാത്ത ഒരു വിഷമായിട്ടുള്ളത്. நான் காத்தால எங்களோட ஸ்லாட் வந்து 9:30 to 10:30. பட் இங்கே நான் 11:30க்கு வந்தோம். 11:30 to 1-2 o'clock எனக்கு வெயிட் பண்ணி வச்சாங்கோ. இப்போ தான் ஒட்டிங்கிறாங்கோ. இன்னும் எதுவும் சாப்பாடு எதுவும் கொடுக்கல எங்களுக்கு. without சாப்பாடு we are waiting from here only. From still 4 hours we are waiting from here only. We don't have any food and we don't have any milk, anything we don't have. സംഭവം ന്യൂസ് 18 വാർത്തയാക്കിയതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് നിയന്ത്രണം റദ്ദാക്കി. അതെ, ഇവിടെ വന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു സാങ്കേതിക പ്രശ്നം കാരണം അത് ചെയ്തതാണെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഇതുപോലെ ഒരു ആവശ്യമുണ്ട്, അങ്ങനെ ഒരു തടസ്സമുണ്ട് എന്നുണ്ടെങ്കിൽ നിലയ്ക്കലിലുള്ള നമ്മുടെ പോലീസ് ഹെഡ് പോസ്റ്റുമായിട്ടും കൃത്യമായിട്ടുള്ള വിവരം നൽകിയതിന് ശേഷം ഭക്തരെ ഇവിടെ വന്ന് അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല. പുലർച്ചെ 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശനം. അതിനിടയിൽ തീർത്ഥാടകരെ പമ്പയിൽ തടയേണ്ടെന്നാണ് കളക്ടറുടെ നിർദ്ദേശം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പമ്പ. ശബരിമലയിലെ തീർത്ഥം താഴെ കളഞ്ഞതിലൂടെ മന്ത്രി കെ രാധാകൃഷ്ണൻ കാണിച്ചത് ദൈവനിന്ദയാണെന്ന് കെ ബാബു.
ഇത് വിശ്വാസികളെ അപമാനിക്കലാണ്. വിശ്വാസിയല്ലാത്തയാൾ ദേവസ്വം മന്ത്രിയായി തുടരണോ എന്ന് രാധാകൃഷ്ണൻ സ്വയം തീരുമാനിക്കണമെന്നും കെ ബാബു പറഞ്ഞു. ഈ വെള്ളം തീർത്ഥം അത് ഭഗവാനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ തീർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു വിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്, പരിപാവനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കയ്യിലിട്ട് തൂത്ത് താഴെ കളഞ്ഞത് ശ്രീ രാധാകൃഷ്ണനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് ദേവനിന്ദയാണ്. ഈ ദേവനിന്ദ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാവുന്ന ഒരു കാര്യമല്ല. എല്ലാ അർത്ഥത്തിലും വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാധാകൃഷ്ണൻ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിശ്വാസികളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു കാര്യമാണ് ചെയ്തത്. വിശ്വാസി അല്ലാത്ത ഒരാൾ ദേവസ്വം മന്ത്രിയായി തുടരണോ എന്നുള്ളത് രാധാകൃഷ്ണൻ തീരുമാനിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ബി ഡി സതീശൻ. ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊരാളെയും നിർബന്ധിക്കാൻ കഴിയില്ല. എന്നാൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ദേവസ്വം വകുപ്പ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണമെന്നും ബി ഡി സതീശൻ പറഞ്ഞു. അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ മതങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുള്ളതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ അത്തരം ഒരാൾക്ക് ദേവസ്വം വകുപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് ഗവൺമെന്റാണ് ആലോചിക്കേണ്ടത്. കോഴിക്കോട് കുന്നമംഗലത്ത് കൊട്ടേഷൻ നേതാവിനെ പിടികൂടാൻ പോയ പോലീസുകാർക്ക് നേരെ ഗുണ്ടാ ആക്രമണമുണ്ടായി. പ്രതിയുടെയും കൂട്ടാളികളുടെയും ആക്രമണത്തിൽ 6 പോലീസുകാർക്ക് പരിക്കേറ്റു. സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് പിന്നീട് കീഴ്പ്പെടുത്തിയത്. വിവിധ ജില്ലകളിലായി 16 കൊട്ടേഷൻ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി ടിങ്കു എന്ന ഷിജു കുന്നമംഗലത്തെ വിവാഹ ചടങ്ങിൽ ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് 6 അംഗ സ്ക്വാഡ് സ്ഥലത്തെത്തിയത്. ടിങ്കുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പ്രതിയും കൂട്ടാളികളും പോലീസിനെ ആക്രമിച്ചു. 6 പോലീസുകാർക്ക് പരിക്കുണ്ട്. ഡെൻസാഫ് സ്ക്വാഡ് അംഗം ജോമോന്റെ കാലിന്റെ മുട്ടിന് ഗുരുതര പരിക്കാണ്. ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. സ്ക്വാഡ് അംഗങ്ങളായ സുനോജ്, അർജുൻ, സായൂജ്, ജിനീഷ്, മിഥുൻ എന്നിവർക്കും പരിക്കുണ്ട്. അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെത്തിച്ച ശേഷവും പ്രതി പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. സ്വകാര്യ വാഹനത്തിൽ സ്വയം തലയിടിച്ച് മുറിവുണ്ടാക്കിയ പ്രതിയെ നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് കീഴ്പ്പെടുത്തിയത്. പോലീസിനെ ആക്രമിച്ച പ്രതിയുടെ കൂട്ടാളികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഇന്ത്യയുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷനായ ചിങ്കാരി ശ്രദ്ധേയമാകുന്നു. ചിങ്കാരിക്കൊപ്പം പുറത്തിറക്കിയ ഗാരി സോഷ്യൽ ടോക്കണും ഏറെ പേരെയാണ് ആകർഷിച്ചിരിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതിനൊപ്പം വരുമാനവും കൂടി നൽകുന്നതാണ് ചിങ്കാരി. പ്രതിഫലമായി ലഭിക്കുന്ന ഗാരി ടോക്കണുകൾ ഇൻ ആപ്പ് കറൻസിയായും ഗവേണൻസ് ടോക്കനായും ഉപയോഗിക്കാൻ കഴിയും. ചിങ്കാരി ആപ്പ് ഉപയോഗിക്കുന്നവർ പറയുന്നത് കേൾക്കുക. In 2020, when Vocal for Local campaign gained popularity, we joined an array of local short video apps. All those apps became very popular, but our growth remained average. Only Chingari aimed at making us mainstream in monetization at the biggest angle. With Gari tokens, we are now owners of our content and benefit directly from it. Imagine if our content became very viral. We'll earn much more higher from it. Chingari is changing the definition of content ownership, not just in India, but across the globe. Whatever content gets sold on Gari NFT marketplace, we will be the direct owners of the profits. As Gari is based on Solana's blockchain, it will ensure a global worth for our content. So now we can earn in crypto. Isn't that cool? ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.